ആക്രമിച്ചാൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും ഇസ്രയേലിനെയും ആക്രമിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ഇറാനിൽ പ്രക്ഷോഭം നടക്കുകയാണ്. 550ഓളം ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം. അവിടെ അമേരിക്കൻ ഇടപെടലുണ്ട് എന്നാണ് ഇറാന്റെ വിശ്വാസം. എന്നാൽ ഇറാൻ തിരിച്ചടിക്കുമെന്ന രീതിയിൽ വാർത്തകൾ വരുമ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി പടരുന്നുവെന്ന് പി ജെയിംസ് റിപ്പോർട്ട് ചെയ്യുന്നു. പി ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ജെയിംസ് വന്നല്ലോ, വനമാല എന്ന് പറഞ്ഞ പോലെ. പറയൂ ജെയിംസ്. വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് പശ്ചിമേഷ്യ പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു യുദ്ധത്തിന്റെ ഭീഷണിയും ആശങ്കയും പടരുകയാണ്. പ്രത്യേകിച്ച് ഇറാനിൽ ഈ മണിക്കൂറുകളിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 550-ലേറെ ആയിട്ട് മാറുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ 24 മണിക്കൂറിനുള്ളിൽ തന്നെ 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ആണ്, വിദേശ ഫോണുകൾ അനുവദിക്കുന്നില്ല, ഏതാണ്ട് രാജ്യം മുഴുവൻ കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലിയ ഭീഷണി വന്നിരിക്കുന്നത്. ഞങ്ങൾ ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണ്. വലിയ രീതിയിലുള്ള ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. പറഞ്ഞിരുന്നു ഇറാനിലെ പ്രക്ഷോഭകരെ കൊന്നൊടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഡിസംബർ 28-ന് തുടങ്ങിയ പ്രക്ഷോഭത്തിൽ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ 100 കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയും 550-ലേറെ പേർ കൊല്ലപ്പെട്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. 2022 മുതൽ 23 വരെ ഒരു വർഷം നടന്ന വനിതകളുടെ വലിയ പ്രക്ഷോഭത്തിൽ മെക്സാമിനി എന്ന യുവതിയെ സദാചാര പോലീസ് തലക്കടിച്ച് കൊലപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൽ ഒരു വർഷം കൊണ്ട് 550 പേർ കൊല്ലപ്പെട്ട് 551 ഔദ്യോഗിക കണക്ക്. പക്ഷേ ഇപ്പോൾ ഈ 2 ആഴ്ച കൊണ്ട് തന്നെ 550-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ഇറാന്റെ ആയത്തുള്ള ഖൊമേനി പരമോന്നത നേതാവ് പറഞ്ഞിരിക്കുന്നത് ട്രംപോ അമേരിക്കയോ ആക്രമിച്ചാൽ ഞങ്ങൾ പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കും, ഇസ്രായേലിനെ ആക്രമിക്കും. കാരണം ഇസ്രായേലും അമേരിക്കയും കൂടിയാണ് ഈ പ്രക്ഷോഭം നടത്തുന്നതെന്നാണ് ആരോപിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ഇറാന്റെ ഉന്നത നേതൃത്വത്തിൽ 2 ഭിന്ന സ്വരങ്ങളാണ് വന്നിരിക്കുന്നത്. ആയത്തുള്ള ഖമനായി പറഞ്ഞിരിക്കുന്നത് എന്ത് വില കൊടുത്തും ഇതിനെ അടിച്ചമർത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ എല്ലാം കട്ട് ഓഫ് ചെയ്തിട്ട് ആൾക്കാരെ കൊന്നൊടുക്കുന്നത്. ടെഹ്റാനിലെ തെരുവുകളിലൊക്കെ ചോരപ്പുഴ ഒഴുകുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇലോൺ മസ്കിനോട് പറഞ്ഞിരിക്കുന്നു സ്റ്റാർലിങ്കിൻ്റെ ഒരു കണക്ഷൻ ഇറാനിലേക്ക് കൊടുക്കുക, യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരട്ടെ. ഇസ്രായേലും അമേരിക്കയും കരുതുന്നത് ഇതാണ് സുവർണാവസരം. ലക്ഷക്കണക്കിന് ജനങ്ങൾ പ്രക്ഷോഭത്തിലിരിക്കെ ആയത്തുള്ള ഖമനായുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക ഭരണകൂടത്തെ അട്ടിമറിക്കാനും പുതിയ ഭരണകൂടം കൊണ്ടുവരാനുള്ള സമയമായി എന്നുള്ള രീതിയിലാണ് ചിന്തകൾ പോകുന്നത്. അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ ഒരു ഭീഷണി കാണുന്നത്. നേരത്തെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ കൂടുതലായി നിർമ്മിച്ചപ്പോൾ തന്നെ ഇസ്രായേൽ ഭീഷണി മുഴക്കിയിരുന്നു, അമേരിക്കയുടെ അനുവാദം തേടിയിരുന്നു ഇറാനെ ആക്രമിക്കാൻ. പക്ഷേ ഇറാൻ ഒരു സൈനിക ശക്തിയാണ്. അപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടായാൽ ഇസ്രായേലിനും വലിയ പ്രശ്നങ്ങളുണ്ടാകും എസ്കേൻ. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് എസ്കേൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.